ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോടെല്ലാവരും നന്ദി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മോര് കറി, ബീഫ് ഫ്രൈ ഒക്കെ, അതുപോലെ മീൻ കറിയും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസായിട്ട് കുറേ പേര് എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കമൻസിന് പോലും എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സമയം എടുത്തിരുന്നത് ഫുൾ വായിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അത് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചവരോടെല്ലാം ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് മീൻ അച്ചാർ. അപ്പോൾ ഇത് അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് അമ്മ ഉപയോഗിച്ചിരിക്കുന്ന മീൻ കേരമീനാണ്. നിങ്ങൾക്കിതിൽ കേര യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെള്ളച്ചൂര, ചുവന്ന ചൂര യൂസ് ചെയ്യില്ല, അതിന് ടേസ്റ്റ് കാണത്തില്ല. വെള്ളച്ചൂര, അതുപോലെ വറ്റ മീനും നല്ലതാണ്. മോത യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല, മോതയ്ക്ക് അത്ര ഉറപ്പില്ലാത്തൊരു മീനാണ് അത് അച്ചാറിടുമ്പോഴും. അതുപോലെ നെയ്മീൻ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നെയ്മീനും ഈ അച്ചാറിന് കൊള്ളത്തില്ല. അപ്പോൾ പ്രധാനമായും കേര, വെള്ളച്ചൂര, അതുപോലെ തന്നെ വറ്റ, ഇത് മൂന്നുമാണ് ഈ അച്ചാറിന് നല്ലത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരുന്ന മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കണം. പക്ഷേ ഈ അച്ചാറിൽ ഈ കാണിച്ചിരിക്കുന്ന അളവ് കറക്റ്റ് പാകമാണ്. അതുപോലെ തന്നെ കായവും ഉലുവയും നല്ലതുപോലെ അതിൻ്റെ അളവിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. കായവും ഉലുവയും കുറഞ്ഞു പോയാൽ തന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും. പിന്നെ ഈ മീനച്ചാറിൻ്റെ റെസിപ്പി റിക്വസ്റ്റ് ചെയ്തവർ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരിത് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ആ മീനച്ചാറ് പൂത്തുവും, അല്ലെങ്കിൽ ആ മീൻ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് ഫ്രൈ ആവാതെ അങ്ങ് ഓവറായിട്ട് ഫ്രൈ ആയി പോവുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ട്രിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പൂത്ത് പോകാതിരിക്കാൻ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം മീനച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിത് വറുത്തെടുക്കുമല്ലോ മീൻ കഷ്ണങ്ങൾ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരുപാട് അങ്ങ് കല്ലിച്ചു പോകരുത്, എന്നാൽ അത് നല്ല ദൃഢമായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യില്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. അതാണ് ഒരു പരുവം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുപ്പികളിലോട്ട് മാറ്റുമ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷമായിരിക്കണം നമ്മൾ കുപ്പികളിൽ ഇത് മാറ്റേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം അത് ആറിയിട്ട് ഒഴിച്ചു വെക്കണം. നല്ലെണ്ണ മുകളിൽ കിടന്നാൽ മാത്രമേ ആ അച്ചാർ കേടാകാതിരിക്കത്തുള്ളൂ. അപ്പം പൂത്തു പോകത്തില്ല. അപ്പം നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ അച്ചാർ ഞാൻ 1.5 മാസത്തോളം പുറത്ത് തന്നെ വെച്ചതാണ്. പിന്നീടാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത് പോലും. പിന്നെ 6 മാസത്തോളം ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. അപ്പം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. ഇത് തികച്ചും ട്രഡീഷണലായിട്ടുള്ള റെസിപ്പിയിലാണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ട്രഡീഷണൽ രീതിയിൽ മീനച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മൂന്ന് കിലോ മീൻ അച്ചാറിടാൻ വേണ്ടി വെട്ടി കഴുകി ഞുറുക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുള്ള ചേരുവകളും എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അതിനി ഓരോന്നോരോന്ന് അതിനകത്തിട്ട് ഇളക്കി പുരട്ടി 1 മണിക്കൂർ നേരം വെച്ചേക്കണം. ചേരുവകൾ കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, എല്ലാ മസാലകളും ടേബിൾ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. 2 കുരുമുളക് പൊടിയും 2 സ്പൂണ് കുരുമുളക് പൊടിയും 1 ഉലുവാപ്പൊടിയും 1/2 മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണ് ഉപ്പും 1/2 കായപ്പൊടിയും. 3 കിലോ കേരമീൻ കഴുകി വൃത്തിയാക്കി ഞുറുക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഓരോ ചേരുവകളും ഉപ്പ് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. ഉലുവാപ്പൊടി ഇട്ടുന്നത് മീൻ ഉറയ്ക്കാനാണ്. ഉലുവാപ്പൊടി ഇട്ട് ഇളക്കി പുരട്ടി വെച്ചാൽ കഷ്ണങ്ങളൊന്ന് ഉറയ്ക്കും വറക്കുമ്പം. ഈ കായപ്പൊടി
വെള്ളം ചേർക്കാതെ ഈ പൊടിവകളെല്ലാം കൂടെ ആ കഷ്ണത്തേൽ അങ്ങ് വരട്ടി ജോയിപ്പിച്ച് തല്ലിപ്പൊത്തി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടെടുത്ത് വറക്കണം. മീൻ അച്ചാർ ഇടാനുള്ളതെല്ലാം അരപ്പ് വരട്ടി റെഡിയാക്കി വെച്ച കൂട്ടത്തിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറായി. ഇനി അതിന് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചാണ് അത് വറുത്ത് കോരാൻ പോകുന്നത്. പിന്നെ ഉള്ളു മസാലയും വറുത്ത് കോരിയിട്ട് പിന്നെ മസാല എല്ലാം കൂടെ നമുക്ക് ചേർക്കാം. അന്നേരം പിന്നെ കാണിക്കാം ബാക്കി കാര്യങ്ങൾ. ഇരുമ്പീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി നല്ലെണ്ണയാണ് അതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയിൽ മീനച്ചാർ എടുക്കത്തില്ലല്ലോ? വെളിച്ചെണ്ണയിൽ മീനച്ചാറിട്ട് കനയ്ക്കും, ഇരിക്കത്തില്ല. ഓക്കെ. അപ്പം വറക്കാനുള്ള എണ്ണയും നല്ലെണ്ണ ഉപയോഗിക്കുന്നില്ലയോ? വറക്കാനുള്ളതും അതേ സൈസ് എണ്ണ തന്നെ വേണം അച്ചാറിടാൻ. അച്ചാറിടുന്ന 2 എണ്ണ കൂട്ടി കലർത്തരുത്, ഒരു സൈസ് എണ്ണ മാത്രമേ ആകാം. അപ്പം ഇത് മീൻ വറുത്ത് കോരിയിട്ട് ഈ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാറിടാനായിട്ട് യൂസ് ചെയ്യുന്നില്ലയോ? ഉണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന എടുത്ത്. ഓക്കെ. എണ്ണ ചൂടായി. ഇനി മീൻ അതിനകത്തോട്ട് വാരിയിടുകയാണ്. ഇരുമ്പീൻ ചട്ടിക്കകത്തായതുകൊണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് 3 പ്രാവശ്യമായിട്ടേ വറുത്ത് കോരാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വലിപ്പമുള്ള ചീൻചട്ടി അല്ലല്ലോ, അതുകൊണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 കരിയാപ്പിലയും കൂടെ ഇടാൻ പുറത്ത്. രണ്ട് കരിയാപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടാൽ വറുത്ത് കോരാൻ നല്ലതാണ്, അടിക്ക് പറ്റത്തതുമില്ല. മീൻ കഷ്ണമെല്ലാം വറുത്ത് കോരി ഈ പരുവത്തിൽ വേണം വറുത്ത് കോരാനെ കൊണ്ട്, അല്ലെങ്കിൽ അകം മൂക്ക ഇരുന്നാൽ കൊണ്ട് കൊള്ളത്തില്ല. അകം നല്ലപോലെ മൂക്കണം. അകം മൂക്കായിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് പോകും. കനച്ച് പൂക്കുന്നതും അല്ല, കനച്ചും കൊള്ളത്തില്ല. പൂത്താലും കനച്ചാലും കൊള്ളത്തില്ല. പിന്നെ ഇത്രയും മുതൽ ഇലവാക്കി വെച്ച് കറക്റ്റായിട്ട് മൂത്തെന്നറിയുന്ന കോരി കഴിയായിട്ട് പറയാം. ഇതിങ്ങനെ ഇരിക്കുമ്പം നല്ലപോലെ കല്ലിച്ചിരിക്കണം. ഒരുപാട് കല്ലിക്കരുത്, ഈ പരുവം ആകാവും. അത് നല്ല ഇതായിരിക്കണം, എങ്കിലേ അതിൻ്റെ പരുവം. മീൻ കഷ്ണങ്ങളാണ് ഇത് വറുത്ത് കോരി എല്ലാം നല്ല പരുവത്തിനാക്കി വെച്ചേക്കുന്നത്. ഇനിയും നമുക്ക് അച്ചാറിടാനുള്ള ഒരുക്കങ്ങളാണ്. ഇനിയും എല്ലാം കഷ്ണങ്ങളെല്ലാം വറുത്ത് കോരി കഴിഞ്ഞ് ഇനിയും ഒരു ചീൻചട്ടി, വേറെ ഒരു ചീൻചട്ടി എടുത്ത് വെച്ചിട്ടു. അത് ഇറ്റാലിയൻ ചീൻചട്ടിയാണ്, ഇച്ചിരി വലിപ്പമുണ്ട്. വറുത്ത എണ്ണ കുറച്ച് അധികം ഉണ്ട്, അത് തന്നെ അങ്ങ് ഒഴിക്കാം. ഊറ്റി ഒഴിക്കണം, അടിയെ ഒഴിക്കരുതെന്നേ ഉള്ളൂ. അതിൻ്റെ തെളി ഊറ്റി ഒഴിച്ചു. ഇനിയും പോരാത്ത കുറച്ച് എടുത്തതിൻ്റെ ബാക്കി നല്ലെണ്ണ ഇരിപ്പുണ്ട്, അതും കൂടെ ഒഴിക്കുക.
മീനച്ചാറ് കേടാകാതിരിക്കാൻ തന്നെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലപോലെ ഇച്ചിരി ഒഴിക്കണം, എങ്കിലേ അത് കേടാകാതിരിക്കത്തുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കനച്ചു പോവും, കൊള്ളത്തില്ല. എണ്ണ ചൂടായി, ഇനി കടുക് ഇടുവാണ്. 1 ടേബിൾ സ്പൂൺ കടുക് അതിനകത്തിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും ഇഞ്ചി വേണം, കാരണം മീനച്ചാറിന് ഇഞ്ചി വേണം. ഒരു 100 ഗ്രാം ഇഞ്ചി ഉണ്ട്. നല്ലപോലെ കൊത്തിയരുത്. ഇത് എത്ര കുടമെന്ന് പറഞ്ഞേ? ഇതും വെളുത്തുള്ളി, അത് പറഞ്ഞു, വെളുത്തുള്ളി ഇഞ്ചിയാണ് മീനച്ചാറിന് കൂടുതൽ വേണ്ട. ഇതിനൊരു 15 കുടമെങ്കിലും എടുത്ത് പൊളിച്ച് കീറി ആണ്. 3 കിലോ മീന് 15 കുടം വേണമല്ലോ? വേണം. അരച്ച് വരട്ടിയിട്ടുമുണ്ട്, ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും കൂടെ. 6-7 ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. രണ്ട് കരിയാപ്പിലയും കൂടെ. 2 തണ്ടോ? 2 3. 2 തണ്ട് കറിവേപ്പില. ഇപ്പം 4-5 തണ്ട് കറിവേപ്പില ഇട്ടില്ലയോ? കരിവേപ്പില നല്ലതാണ്. കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലെണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണമാണ്. ഉള്ളിയും ഇഞ്ചിയും ഇട്ടത് മൂത്തു. ഇനിയും മുളക് പൊടി ഇട്ടു. ഒരു 100 ഗ്രാം മുളക് പൊടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എരി വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. അത് അവരവരുടെ പരുവം. പിന്നെ സ്വല്പം കായവും ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. വിനാഗിരി നമുക്ക് കൂടുതൽ ചേർക്കണ്ട, കുറച്ച് ചേർക്കാം. എന്നുവെച്ചാൽ ഇനി മൂത്ത് കഷ്ണങ്ങളിട്ട് ഇളക്കി കൊടുക്കാം. തുണി ഇങ്ങോട്ട് വാങ്ങി വെക്കാം. കരിഞ്ഞു. ചീനിച്ചട്ടി സ്വല്പം കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് മൂത്ത് പോയി ചെല്ലും പെട്ടെന്നങ്ങ് ഇളക്കുവാണ്. വിനാഗിരി ഒരു 50 ml ഒഴിച്ച് കാണും. ഇനി അതിൻ്റെ ടേസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എന്തുവാന്ന് വെച്ചാൽ പോരാത്തതൊക്കെ നോക്കണം. എല്ലാം പരുവത്തിനൊക്കെ ആയിട്ടുണ്ട്. കായം അമ്മയുടെ കൈകളായോ? കായവും നല്ലൊരു കായവും പൊടിയെല്ലാം പിന്നെ നമ്മൾ വറക്കാൻ നേരം എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പിനോട് യോജിക്കാൻ വേണ്ടി കുറച്ച് കായം കൂടെ ചേർത്ത്, പൊടി ചേർത്ത്, മുഴുവനുള്ളതല്ല, കുറച്ച് പൊടിയും കൂടെ ചേർത്ത്
എല്ലാം കൂടെ മിക്സ് ചെയ്യുക. പൊടി ചേർത്താലേ പെട്ടെന്ന് യോജിക്കും. പൊടി ഉണ്ടെങ്കിൽ പൊടിയാണ് നല്ലത് അച്ചാറിൻ്റെ ഇത്. ഇത്രയും ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇത്രയും പോരെ? സ്വല്പം നീരെടുത്ത് നോക്കട്ടെ. അതിൻ്റെ ഉപ്പ് വല്ലതും വേണോ? ഒരു സ്വല്പം ഉപ്പ് പൊടി കൂടെ വേണം. ചാറ് നോക്കി ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. അത് ഞാൻ ശകലം സ്വല്പം കൂടെ ഒന്ന് ചേറി, മറ്റൊന്നും ചേർക്കണ്ട ഇതിനകത്ത്. എല്ലാം നല്ല പരുവാണ്. ശകലം ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇട്ട് ഇളക്കി അങ്ങനെ കാണാൻ അടിപൊളിയാ. മീനച്ചാറെല്ലാം ഒരു പരുവാക്കി കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ്. കഴിക്കണം. കണ്ട് ഒരു സാധനം വെച്ച് കഴിയുമ്പോൾ ഒരു രസമാണ്. അപ്പോഴാണ് ശരിയാ, ചില സാധനം നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ മീൻ അച്ചാർ റെഡി ഇല്ലയോ? എല്ലാം റെഡി ആയിരിക്കുന്നു.